ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ടെസ്റ്റിലെ കൂറ്റൻ വിജയത്തിന് ശേഷം ഇന്ത്യ ഡിസംബർ 6-ന് അഡിലെയ്ഡിൽ രണ്ടാം ടെസ്റ്റിന് ഇറങ്ങുമ്പോൾ പ്രത്യേകതകൾ ഏറെയാണ്. മത്സരം നടക്കുക പിങ്ക് ബോളിൽ ഡേ നൈറ്റ് ആയിട്ടായിരിക്കും. ഈ ടെസ്റ്റിന് മുന്നോടിയായി ഇന്ത്യ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റേഴ്സ് 11-മായി 2 ദിവസത്തെ മത്സരം പിങ്ക് ബോളിൽ കളിക്കുന്നുണ്ട്. ഇത് ഡേ നൈറ്റ് മത്സരമല്ല. നവംബർ 30, ഡിസംബർ 1 തീയതികളിലാണ് മത്സരം നടക്കുന്നത്. ഇന്ത്യയുടെ പിങ്ക് ബോൾ ടെസ്റ്റ് ചരിത്രം പരിശോധിച്ചാൽ 4 മത്സരങ്ങളാണ് ഇന്ത്യ പിങ്ക് ബോളിൽ കളിച്ചിട്ടുള്ളത്. അതിൽ 3 വിജയവും 1 പരാജയവും. 3 ഹോം മത്സരങ്ങളായിരുന്നു. 2019 ബംഗ്ലാദേശിനെതിരെ ഇന്നിംഗ്സിനും 46 റൺസിനും ഇന്ത്യ വിജയിച്ചു. 2021 ഇംഗ്ലണ്ടിനെതിരെ 10 വിക്കറ്റിൻ്റെ വിജയം. 2022 ശ്രീലങ്കയ്ക്കെതിരെ 238 റൺസിൻ്റെ വിജയം. എന്നാൽ 2020 ബോർഡർ ഗവാസ്കർ ട്രോഫി അഡിലെയ്ഡിൽ ഇന്ത്യ 8 വിക്കറ്റിന് ഓസ്ട്രേലിയയോട് തോറ്റിരുന്നു. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഒരു പിങ്ക് ബോൾ ടെസ്റ്റ് നടന്നിട്ടുള്ളൂ എങ്കിലും ഓസീസ് 12 പിങ്ക് ബോൾ ടെസ്റ്റ് കളിച്ചിട്ടുണ്ട്. അതിൽ 1 മാത്രമേ അവർ തോറ്റിട്ടുള്ളൂ. ഇന്ത്യക്ക് ആശ്വാസം നൽകുന്നൊരു കാര്യം ഓസ്ട്രേലിയ തോറ്റ ആ ഒരു ടെസ്റ്റ് ഈ വർഷം വെസ്റ്റ് ഇൻഡീസിനെതിരെ ബ്രിസ്ബെയിനിലായിരുന്നു എന്നതാണ്. വിൻഡീസാണ് 8 റൺസിന് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത്. സമീപകാലത്ത് ഓസീസിന് ക്ഷയം സംഭവിച്ചിട്ടുണ്ട് എന്നതിന് ഇത് കാര്യമായ തെളിവാണ്. 7 പിങ്ക് ബോൾ ടെസ്റ്റ് ഓസ്ട്രേലിയ അഡിലെയ്ഡിൽ മാത്രം കളിച്ചിട്ടുണ്ട്. അതിൽ 7ലും അവർ വിജയിച്ചിട്ടുമുണ്ട്. സോപ്റ്റർ സ്റ്റേഡിയത്തിലെ ഓസീസ് കുതിപ്പ് തടഞ്ഞതുപോലെ അഡിലെയ്ഡിലെ പിങ്ക് ബോൾ കുതിപ്പും തടയാൻ ഇന്ത്യക്ക് കഴിയണം. കഴിഞ്ഞ തവണ ഇന്ത്യ കിട്ടിയ മേൽക്കൈ ഇല്ലാതാക്കിയാണ് അഡിലെയ്ഡിലെ ഡേ നൈറ്റ് ടെസ്റ്റ് മത്സരം തോറ്റത്. ടോസ് നേടിയ ഇന്ത്യ 244 എന്ന ഭേദപ്പെട്ട സ്കോർ നേടി. കോഹ്ലിയായിരുന്നു 74 റൺസുമായി ടോപ്പ് സ്കോറർ. മറുപടി ബാറ്റിങ്ങിൽ ഓസീസിനെ 191 റൺസിന് ഇന്ത്യ പുറത്താക്കി. അശ്വിൻ 4 വിക്കറ്റ് നേടിയിരുന്നു. ഇന്ത്യക്ക് 53 റൺസിൻ്റെ ലീഡ്. എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഹേസൽവുഡ് 5 വിക്കറ്റും കമ്മിൻസ് 4 വിക്കറ്റും എടുത്ത് ഇന്ത്യയെ 36 റൺസിന് പുറത്താക്കി. 90 റൺസ് ടാർഗറ്റ് ഓസ്ട്രേലിയ 2 വിക്കറ്റ് നഷ്ടത്തിൽ ചേസ് ചെയ്തു. സോ ഇന്ത്യ ആ മത്സരത്തിന് പകരം വീട്ടാനാകും ഇറങ്ങുക. ഇത്തവണയും കോഹ്ലി തന്നെയാണ് ഇന്ത്യൻ പ്രതീക്ഷ. രോഹിത് തിരിച്ചെത്തുന്നതോടെ ജുറൽ, പാഡിക്കൽ ഇവരിലൊരാൾ പുറത്താകും. ഇടങ്കയൻ എന്നത് പാഡിക്കലിന് ഒരു അഡ്വാൻറ്റേജാണ്. എന്നാലും ഗിൽ കൂടി തിരിച്ചു വന്നാൽ പാഡിക്കലും പുറത്തു പോകേണ്ടി വരും. വാഷിംഗ്ടൺ സുന്ദറിന് പകരം പിങ്ക് ബോളിൽ മികച്ച റെക്കോർഡുള്ള അശ്വിന് അവസരം നൽകുമോ എന്ന് കണ്ടറിയണം. ഷമി തിരിച്ചെത്തുന്നതിനെപ്പറ്റി സൂചനയൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതേസമയം ബ്യൂ ബസ്റ്ററെ ഓസ്ട്രേലിയ രണ്ടാം ടെസ്റ്റിനുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിച്ചൽ മാർഷിന് പകരം വെബ്സ്റ്റർ ഇറങ്ങുമെന്നാണ് വാർത്തകൾ. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ആവറേജ് 50 ഉള്ള ഓൾറൗണ്ടറെ ആദ്യ ടെസ്റ്റിൽ എടുക്കാതിരുന്നതിന് ഓസ്ട്രേലിയയെ പഴികേട്ടിരുന്നു.